ഹായ് ഓൾ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോർമോസ് കടലിനെ പറ്റിയും അത് കൺട്രോൾ ചെയ്യുന്ന ഇറാൻ എന്നൊരു രാജ്യത്തിനെ പറ്റിയും ബ്രീഫ്ലി പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഇറാന്റെ ഇന്റർനാഷണൽ ബൗണ്ടറീസ് ആണ്. ഉറപ്പായും വരാൻ പോകുന്ന പരീക്ഷയിൽ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ പറ്റി ചോദിക്കും. അപ്പോൾ നമുക്കതൊരു അടിപൊളി കോഡിലൂടെ പഠിക്കാം. വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമേഷ്യയിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അഥവാ പേർഷ്യ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യം കൂടിയാണ് ഇറാൻ. ഇറാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടെഹ്റാനാണ്. ടെഹ്റാൻ അല്ലെങ്കിൽ ടെഹ്റാൻ. ഓക്കെ, ഇറാന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് പേർഷ്യനാണ്. നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെയും മുഗളന്മാരുടെയും ഔദ്യോഗിക ഭാഷയും പേർഷ്യനാണ് എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് ഇറാന്റെ ബൗണ്ടറിയിലേക്ക് വരാം, ലാൻഡ് ബൗണ്ടറിയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ മാപ്പ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇറാന്റെ ഒരു വശത്ത് പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ടർക്ക്മെനിസ്ഥാൻ. മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഇറാഖ് ഉണ്ട്, ടർക്കി ഉണ്ട്, അർമേനിയ ഉണ്ട്, അസർബൈജാൻ ഉണ്ട്. 7 രാജ്യങ്ങളാണ് ഇറാന് ബൗണ്ടറി ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. ഇറാൻ ഈ അറബ് രാജ്യങ്ങളെ, ഗൾഫ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇറാന് സൗദി ആയിട്ടോ ഒമാനായിട്ടോ അല്ലെങ്കിൽ യമൻ, UAE, ബഹ്റിൻ, കുവൈറ്റ് ഇവരൊക്കെയായിട്ട് ബൗണ്ടറി ഉണ്ട് എന്നൊരു ധാരണ വന്നിട്ടുണ്ടാകാം. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ആദ്യമേ മനസ്സിലാക്കുക, ഒരു ഗൾഫ് രാജ്യമായിട്ടും ഇറാന് ലാൻഡ് ബൗണ്ടറി ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ചില ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളുടെ ഒരു കോഡിലേക്ക് വരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ അയൽ രാജ്യങ്ങൾ ആരും ഇറാനെ സഹായിക്കുന്നില്ല. എന്നാൽ ഇറാന്റെ LPG അല്ലെങ്കിൽ ഫ്യൂവല്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ ആക്സസ് ഇതെല്ലാം ഓർക്കുകയാണ്. അപ്പം നമ്മളെ സഹായിക്കാത്ത കൂട്ടുകാരെ നമ്മൾ ഫ എന്ന് ആട്ടിയില്ലേ, അങ്ങനെ ഓർത്താൽ മതി. എങ്ങനെയാണ് ആട്ടിയത്? ഫ എന്ന് ആട്ടി എന്ന് ഓർക്കുക. അതാണ് നമ്മുടെ കോഡ്. P പാകിസ്ഥാൻ, A അഫ്ഗാനിസ്ഥാൻ, മറ്റൊരു A അർമീനിയ, വേറൊരു A ഉണ്ട് അസർബൈജാൻ, ഒരു T ടർക്കിയാണ്, മറ്റൊരു T ടർക്ക്മെനിസ്ഥാൻ, പിന്നെ I for ഇറാഖ്. ആ മാപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാട്ടർ ബോഡി ഉണ്ട്. അതിന് ചിത്രം ഞാനിപ്പോൾ കാണിക്കില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ലേക്ക് ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് സർഫസ് ഏരിയ? അപ്പോൾ ലേക്ക് എന്നാണെങ്കിലും അതിൻ്റെ പേരിൽ സീ ഉണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആ ലേക്ക്, സർഫസ് ഏരിയയിൽ ഏറ്റവും വലിയ ലേക്ക് ഏതെന്നുള്ളത് നമ്മുടെ SSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, RRBയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.